ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാമോ, നിങ്ങളുടെ കയ്യിൽ ശരിക്കും എത്ര ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്? ദേ, കയ്യിലൊരു ഫോൺ, പിന്നെ ഒരു ലാപ്ടോപ്പ് കാണും, ചിലപ്പോൾ ഒരു ടാബ്ലറ്റ്, സ്മാർട്ട് വാച്ച്, അല്ലേ? ലിസ്റ്റ് അങ്ങോട്ട് നീണ്ടുപോകും. അപ്പോൾ ഈ ഒരു ചെറിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശകലനം തുടങ്ങുന്നത്. പക്ഷേ അതിലും പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കാത്ത, ചിലപ്പോൾ കേടായ ആ പഴയ ഫോണും ലാപ്ടോപ്പുമൊക്കെ എവിടെയാണ്? മിക്കവാറും ഏതെങ്കിലും മേശവലിപ്പിലോ മറ്റോ പൊടി പിടിച്ചിരിപ്പുണ്ടാവും, അല്ലേ? ആ ഉപേക്ഷിക്കപ്പെട്ട ഉപകരണങ്ങളുടെ കഥയാണ് നമ്മളിന്ന് തിരയാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ഈ ഡിജിറ്റൽ ജീവിതത്തിന് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുണ്ട വശമുണ്ട്. നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ഓരോ ഗാഡ്ജറ്റിനും അതിൻ്റേതായൊരു കഥയുണ്ട്. പക്ഷേ അത് ഉപേക്ഷിക്കുമ്പോൾ ആ കഥയവിടെ തീരുന്നില്ല. സത്യത്തിൽ കൂടുതൽ സങ്കീർണമായ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്. അപ്പോൾ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് 4 ഘട്ടങ്ങളായിട്ട് കടന്നു ചെല്ലാം. ആദ്യം നമ്മൾ വലിച്ചെറിയുന്ന ഈ ഉപകരണങ്ങളുണ്ടാക്കുന്ന ഭീമമായ മാലിന്യത്തെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഇതിനൊരു പരിഹാരം വല്ലതുണ്ടോ എന്ന് നോക്കാം. അവിടുന്ന് നേരെ നമ്മുടെ തലച്ചോറിലേക്ക് വരാം. ഈ ടെക്നോളജി നമ്മളെ എങ്ങനെയാണ് അടിമപ്പെടുത്തുന്നതെന്ന് കാണാം. അവസാനം ഇതേ സാങ്കേതികവിദ്യ ഒരു രാജ്യത്തെ മുഴുവൻ എങ്ങനെ ഒന്നിപ്പിക്കുന്നു എന്നും നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെയൊക്കെ ഈ ടെക്നോളജി ഭ്രമത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം, നമ്മൾ കാണാതെ പോകുന്ന ആ ഭീമൻ ഇലക്ട്രോണിക് മാലിന്യക്കൂമ്പാരം. എന്താണ് ഈ വേസ്റ്റ്? ലളിതമായി പറഞ്ഞാൽ, ഇനി ഉപയോഗിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചു മാറ്റിവെക്കുന്ന ഓരോ ഇലക്ട്രോണിക് ഉപകരണവും ഈ വേസ്റ്റാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വേഗത്തിൽ വളരുന്ന മാലിന്യ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ എന്താണ് ഇത്ര പ്രശ്നം ഈ വേസ്റ്റിന്? വെറുതെ ഒരു പഴയ ഫോണല്ലേ? അല്ല, അതിനുള്ളിലുണ്ട് കഥ. ലെഡ്, മെർക്കുറി, കാഡ്മിയം, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയില്ലേ? ഇവയെല്ലാം മാരകമായ വിഷലോഹങ്ങളാണ്. നമ്മുടെ ആ പഴയ ഫോണിലും ലാപ്ടോപ്പിലുമൊക്കെ ഇവ ധാരാളമായിട്ടുണ്ട്. ഇത് മനുഷ്യർക്കും അപകടമാണ്, പ്രകൃതിക്കും അതുപോലെ തന്നെ ആപത്താണ്. ശരിക്കുള്ള അപകടം എവിടെയാണെന്നറിയാമോ? ഈ മാലിന്യങ്ങൾ ഭൂമിയിലിങ്ങനെ കുന്നുകൂടുമ്പോൾ അതിലുള്ള ഈ വിഷാംശം പതുക്കെ പതുക്കെ മണ്ണിലേക്കും അവിടെനിന്ന് നമ്മുടെ കുടിവെള്ളത്തിലേക്കും കലരും. ഇത് എത്രത്തോളം ഗുരുതരമായ ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ടൺ ഇലക്ട്രോണിക് മാലിന്യമാണ് ലോകത്തുണ്ടാകുന്നത്. ഈയൊരു വലിയ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വേണ്ടേ? തീർച്ചയായും വേണം. ആ ചോദ്യമാണ് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്താണ് പരിഹാരം? ടെക് ലോകം തന്നെ ഇതിനൊരുത്തരം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അഥവാ ഹരിത കമ്പ്യൂട്ടിംഗ്. എന്താണ് ഈ ഗ്രീൻ കമ്പ്യൂട്ടിംഗ്? സിമ്പിളായി പറഞ്ഞാൽ, ഒരു ഉപകരണം നിർമ്മിക്കുന്നത് മുതൽ അത് ഉപയോഗിച്ച് അവസാനം സംസ്കരിക്കുന്നതുവരെ പരിസ്ഥിതിക്ക് ഏറ്റവും കുറഞ്ഞ ആഘാതം മാത്രം വരുത്തുന്ന രീതികൾ ഉപയോഗിക്കുക. ലക്ഷ്യം ഒന്ന് മാത്രം: മാലിന്യം പരമാവധി കുറയ്ക്കുക. ഈ വേസ്റ്റ് ശരിയായി കൈകാര്യം ചെയ്യുന്നത് ഒരു സർക്കിൾ പോലെയാണ്. ആദ്യം നമ്മളിൽ നിന്ന് ഈ മാലിന്യം ശേഖരിക്കുന്നു, പിന്നെ അതിലെ വിലപ്പെട്ട ഭാഗങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്വകാര്യ ഡേറ്റ പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നു. ഒടുവിൽ ആ വേർതിരിച്ചെടുത്ത ഘടകങ്ങൾ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കണ്ടില്ലേ, ഒന്നും പാഴാകുന്നില്ല. ഇവിടെയാണ് നമുക്കും ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നത്. നോക്കൂ, കുറഞ്ഞ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുന്നത് മുതൽ നമ്മുടെ ഫയലുകൾ ക്ലൗഡിൽ സൂക്ഷിക്കുന്നതുവരെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും ഈ വലിയ പ്രശ്നത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കും. ശരി, ഇനി നമുക്ക് പുറത്തുനിന്ന് അകത്തേക്ക് വരാം. നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക്. ഈ സാങ്കേതികവിദ്യ നമ്മളെ മാനസികമായി എങ്ങനെയാണ് ബാധിക്കുന്നത്? സൈബർ അഡിക്ഷൻ ഇത് വെറുമൊരു ദുശ്ശീലമല്ല, മറിച്ച് ഇന്റർനെറ്റ് ഉപയോഗിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയാണ്. ഇത് നമ്മുടെ ബന്ധങ്ങളെയും ജോലിയെയും, എന്തിന് നമ്മുടെ ആരോഗ്യത്തെ വരെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ്. എന്തുകൊണ്ടാണ് നമ്മളിതിലിങ്ങനെ കുടുങ്ങിപ്പോകുന്നത്? ചിലർക്കിത് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരുതരം ഒളിച്ചോട്ടമാണ്. മറ്റു ചിലർക്ക് സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ നൽകുന്ന ആ ചെറിയൊരു സന്തോഷം മതി. ഗെയിമുകളിലെ ഓരോ റിവാർഡും നമ്മുടെ തലച്ചോറിനെ വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ വലിച്ചെടുപ്പിക്കുകയാണ്. സൈബർ അഡിക്ഷൻ പോലെ തന്നെയുള്ള മറ്റൊരു വലിയ പ്രശ്നമാണ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഈ ഉദ്ധരണി ശ്രദ്ധിച്ചോ? ഒരു സിസ്റ്റത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലുമധികം ഇൻപുട്ട് ലഭിക്കുമ്പോഴാണ് ഇൻഫർമേഷൻ ഓവർലോഡ് സംഭവിക്കുന്നതെന്ന്. ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറിന് താങ്ങാനാവാത്ത വിധം വിവരങ്ങൾ ഇരച്ചു കയറുമ്പോൾ നമുക്ക് ചിന്തിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു. എവിടെ നിന്നാണ് ഈ വിവരപ്രളയം വരുന്നത്? എവിടെ നിന്ന് വരാനാ? നിർത്താതെ വരുന്ന ഇമെയിലുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയ ഫീഡുകൾ. എവിടെ തിരിഞ്ഞാലും വിവരങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് ഇരച്ചു കയറുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് പോകാം. ഇതേ സാങ്കേതികവിദ്യ ഒരു വ്യക്തിയെ എന്നതിലുപരി ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത് എന്ന് നോക്കാം.
ഇ ഗവർണൻസ് ഇതിലൂടെ സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ജനങ്ങളിലേക്കെത്തുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഓൺലൈനായി ഒരു സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് ഓർത്തു നോക്കൂ. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങണ്ട, സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുക. അതാണിതിന്റെ ലക്ഷ്യം. ലോകം മുഴുവൻ ഡിജിറ്റലായി സംസാരിക്കുമ്പോൾ ഒരു പൊതുവായ ഭാഷ വേണ്ടേ? അതാണ് യൂണിക്കോഡ്. പണ്ടൊക്കെ ആസ്കി എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. അതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാത്രം എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ മലയാളം എങ്ങനെ ടൈപ്പ് ചെയ്യും? അവിടെയാണ് യൂണിക്കോഡ് ഒരു ഹീറോയെപ്പോലെ വരുന്നത്. ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും, നമ്മുടെ മലയാളം ഉൾപ്പെടെ, കമ്പ്യൂട്ടറിലൊരു സ്ഥാനം നൽകിയത് ഈ യൂണിക്കോഡാണ്. യൂണിക്കോഡിന്റെ പ്രാധാന്യം വെറുമൊരു ടെക്നോളജി എന്നതിലുപരിയാണ്. ഇന്ത്യയെപ്പോലെ ഒരു ബഹുഭാഷാ രാജ്യത്ത് ഓരോ പ്രാദേശിക ഭാഷയെയും ഡിജിറ്റൽ ലോകത്ത് ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് ആളുകളെ ഒരുമിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ദേശീയോദ്ഗ്രഥനത്തിന്റെ ഒരു ഡിജിറ്റൽ രൂപം തന്നെയാണ്. എല്ലാം പറഞ്ഞു നിർത്തുമ്പോൾ ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ കയ്യിലുള്ള ഈ ശക്തമായ സാങ്കേതികവിദ്യ ഒരു ഉപകരണം മാത്രമാണ്. ചോദ്യം ഇതാണ്: നമ്മളതിനെ ഉപയോഗിക്കുകയാണോ അതോ അത് നമ്മളെ ഉപയോഗിക്കുകയാണോ?